നിങ്ങൾ ജിമ്മിൽ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള രണ്ട് കാര്യങ്ങൾ. RPE, റേറ്റ് ഓഫ് പെർസീവ്ഡ് എക്സേർഷൻ. അതായത് നിങ്ങൾ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രത്തോളം എക്സേർഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വെയിറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്കൊരു RPE സ്കെയിൽ യൂസ് ചെയ്യാം. ഈ സ്കെയിലിൽ ഒന്ന് വളരെ ലൈറ്റ് ആണ്, കാര്യമായിട്ട് ഒരു എക്സേർഷനും കൊടുക്കണ്ട എന്ന് തന്നെ പറയാം. 5 to 6 ഒക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് മോഡറേറ്റ് ആയിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങുക. ആൻഡ് ജിമ്മിൽ സ്ഥിരമായിട്ട് പോയിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തവർ ഈ ഒരു ഇന്റൻസിറ്റിയിലായിരിക്കും വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇതൊരു വാം സെറ്റ് ഒക്കെ പോലെയാണ്. 7 to 8 റേഞ്ചിലാണ് കുറച്ച് വിഗറസും ഡിസ്കംഫർട്ട് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുക. 9 ആകുമ്പോൾ ഇന്റൻസിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും, ക്ലോസ് ടു ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. 10 ആയാൽ പ്രോപ്പർ മസ്കുലർ ഫെയിലിയർ എന്ന് തന്നെ പറയാം. കാരണം ഇനി നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ റെപ്പ് പോലും പ്രോപ്പർ ഫോമോട് കൂടി ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് വൺ, RIR, റെപ്സ് ഇൻ റിസർവ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫെയിലിയർ എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇനി എത്ര റെപ്സ് കൂടി ചെയ്യാൻ പറ്റും. ഇതിനും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കെയിൽ യൂസ് ചെയ്യാം. അത് 0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സ് എഫേർട്ട് ഇട്ടു, ഇനി നിങ്ങൾക്ക് ഒരു റെപ്പ് പോലും ചെയ്യാൻ പറ്റില്ല. റെപ്സ് ഇൻ റിസർവ് 0.5 ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റെപ്പ് കൂടി ചെയ്യാൻ പറ്റിയേക്കാം. ഇനി 1 ആണെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്ക് ഒരു റെപ്പ് കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ പോവും ഈ സ്കെയിലിലെ ബാക്കി വാല്യൂസ്. ഈ രണ്ട് സ്കെയിലും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ട്രെയിനിങ് ഇന്റൻസിറ്റിയും കറക്റ്റ് ആക്കാൻ പറ്റും. ആൻഡ് മൈ റെക്കമെൻഡേഷൻ വുഡ് ബി 7 to 9 RPE ആൻഡ് 1 to 2 RIR. ഈ റേഞ്ചിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഫെറ്റീഗ് മാനേജ് ചെയ്തിട്ട് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഈസ്, പണ്ടാരോ പറഞ്ഞതുപോലെ പൊട്ടുന്നവരെ അടിക്കി.